ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നല്ല രുചികരമായിട്ടുള്ള ഒരു ലഞ്ചാണ്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു ലഞ്ച് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത് ബസ്മതി റൈസ് ആണ് കേട്ടോ. ഞാനൊരു 2 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെയുള്ള സാധാരണ വലിയ കപ്പില്ലേ, അതിന് 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം, എന്നിട്ട് ഒന്ന് കുക്ക് ചെയ്യണം. നമ്മുടെ അരിയൊക്കെ വേവിക്കാനായിട്ടുള്ള വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം ഒന്ന് തിളയ്ക്കാറായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മൾ കഴുകി വെച്ചേക്കുന്ന അരി കുറേശ്ശായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ അരി നമ്മൾ കഴുകിയ ശേഷം ഒന്ന് കുതിർക്കാനായിട്ടൊന്നും വെച്ചിട്ടില്ല കേട്ടോ. കഴുകിയ ഉടനെ തന്നെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കുകയാണ്. നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ആ വെള്ളത്തിന് ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് വരണം, ആ ഒരു രീതിയിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. എങ്കിലേ നമ്മുടെ അരിയിലൊക്കെ നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു 3 ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 2 കറുകപ്പട്ടയും 2-3 ഏലക്കായും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ജാതിക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. ഒരു 4-5 ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഉണക്കനെല്ലിക്കയാണ് കേട്ടോ. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഉണക്കനെല്ലിക്ക ചേർത്ത് കൊടുക്കാം, അത് ഓപ്ഷണലാണ്. നമുക്കിത് അങ്ങാടിക്കടകളിലും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിലും ഒക്കെ കിട്ടുന്നതാണ് ഉണക്കനെല്ലിക്ക. ഉണക്കനെല്ലിക്കയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇതിന്. ഇനി ഇതിലേക്ക് നെടുക കീറിയ 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഞാൻ 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. ഇതുപോലെ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചോറ് വെന്ത് വരുമ്പോഴേ തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഞാനൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ വെള്ളത്തിന് ആ ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് അടച്ചു വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ അരിയൊക്കെ ഒന്ന് കുക്കായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ വഴുതനങ്ങ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാൻ ഈ വഴുതനങ്ങ കഴുകി നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. നമ്മളെപ്പോഴും ഇതുണ്ടാക്കാനായിട്ട് നല്ല ചെറിയ വഴുതനങ്ങ എടുക്കണം. അതുപോലെ തന്നെ അരിയൊന്നും വെക്കാത്ത നല്ല പിഞ്ചായിട്ടുള്ള വഴുതനങ്ങ വേണം നമ്മളിതിനായിട്ട് എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതാണ്ട് ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇതിനകം. അപ്പോൾ അതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിലുള്ള വഴുതനങ്ങ ആയിരിക്കണം നമ്മൾ എടുക്കുന്നത്. നല്ല പിഞ്ചാണ്, ഒട്ടും അതിനകത്തിൽ അരിയൊന്നും വെച്ചിട്ടില്ല. ഓരോ വഴുതനങ്ങയും ഞാൻ വേണ്ട 2ആയിട്ട് ഇതുപോലെ ഒന്ന് മുകൾ വശം ഒന്ന് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. തണ്ടോട് കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇതുപോലൊന്ന് പൊട്ടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മളൊന്ന് നോക്കണം, കേട് വല്ലതും ഉണ്ടോ എന്ന് അറിയാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് എല്ലാം നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ എല്ലാം മുകൾ വശം ഒന്ന് 4ആയിട്ടൊന്ന് കീറി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് തൈര് ചേർക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ തൈര് കാണും. കൂടെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ചേർക്കുന്നത് കുറച്ച് ചെറിയ ജീരകമാണ്. കൂടെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഈ മസാലകളെല്ലാം നന്നായിട്ട് മിക്സായിട്ട് നമ്മുടെ വഴുതനങ്ങയിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടണം. ഞാൻ കയ്യിൽ കുറച്ച് വെള്ളം കൂടി ഒന്ന് തളിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ വഴുതനങ്ങയുടെ ഉള്ളിലേക്ക് മസാലയൊക്കെ പിടിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് മസാലയൊക്കെ അതിലേക്കൊന്ന് ആക്കി കൊടുക്കണം. കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കണം നമ്മൾ ഈ വഴുതനങ്ങയിലേക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കേട്ടോ. ഉപ്പ് കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം. അപ്പോൾ നമ്മളിത് കുക്ക് ചെയ്ത് വരുമ്പോഴേ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഉള്ളിലൊക്കെ നല്ലതുപോലെ ഉപ്പ് പിടിച്ച് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അതാണ് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് എല്ലാ മസാലയും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10-20 മിനിറ്റെങ്കിലും ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. വളരെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്ത സവാളയാണ്. ഈ സവാള നല്ലതുപോലെ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് നമ്മളിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുത്തിട്ട് 1 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് ഇളക്കി ചേർത്താൽ മതി. അതുപോലെ നമ്മൾ സവാള ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുത്താൽ ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകും. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. ഇപ്പോൾ ദാണ്ട് ഈ ഒരു രീതിയിലൊന്ന് ആയി വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തുകൊണ്ട് 1 മിനിറ്റ് കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ കണ്ടില്ലേ, ഈ ഒരു കണക്ക് മാത്രം മതി. ഇനി നമുക്കിത് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം.
അപ്പോൾ അതാണ് ആ സമയം കൊണ്ട് നമ്മുടെ അരിയൊക്കെ ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അരി ഒന്ന് തിളച്ച് വന്നപ്പോൾ ഞാനത് ഓഫ് ചെയ്ത് കൊടുത്തിരുന്നു. ഇപ്പോൾ അതാണ് നമ്മുടെ അരിയൊക്കെ അത് കറക്റ്റ് പരുവായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ അരിയുടെ വേവ് കറക്റ്റ് ആയില്ലെങ്കിൽ മൊത്തത്തിലെല്ലാം കൂടെ കുഴഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഒന്നും ശരിയായിട്ട് കിട്ടത്തില്ല. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതാണ് നല്ല രീതിയിൽ ഒരു 80% മാത്രമേ വേവിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ചൂട് കൊണ്ടിരുന്ന് കുറച്ചുകൂടി വെന്ത് കിട്ടും. ഇനി നമുക്ക് വെള്ളമൊക്കെ ഒന്ന് മാറ്റി ഇതൊന്ന് വാർന്നൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ അതാണ്ട് നമ്മൾ നേരത്തെ സവാളയൊക്കെ ഫ്രൈ ചെയ്തിട്ടുള്ള എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതനങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെയായിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കാം. വഴുതനങ്ങയിൽ ഇപ്പം നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് 2-3 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്യാനായിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനത് തുറന്നിട്ടുണ്ട്. വഴുതനങ്ങയിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. പകുതി വേവായിട്ടേ ഉള്ളൂ കേട്ടോ, നല്ലതായിട്ട് വെന്ത് വന്നിട്ടില്ല. ഒന്നുകൂടി ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പെരുംജീരകം പൊടിച്ചതാണ് കേട്ടോ. പെരുംജീരകവും 1/4 ടീസ്പൂൺ നല്ല ജീരകവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണ് ഇത് ചേർക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയിൽ നിന്നും കുറച്ച് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ വേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയാണ്. ഇനി നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് ഇളക്കി ചേർത്ത് വെച്ചിട്ട് നമുക്കൊരു 2-3 മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. വഴുതനങ്ങയൊക്കെ ഒരു പകുതി വേവായിട്ടേ ഉള്ളൂ. നമ്മളിതുപോലെ ഇളക്കുന്ന സമയത്ത് ഈ വഴുതനങ്ങ ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകരുത്. അടി കൂട്ടി പതുക്കെ വേണം നമ്മളിത് ഇളക്കി കൊടുക്കാൻ. ഇതുവരെ നമ്മുടെ ആ വഴുതനങ്ങ തണ്ടിൽ നിന്നൊന്നും വിട്ടുമാറിയിട്ടില്ല കേട്ടോ. അതുപോലെ നമ്മൾ ഒരുപാട് അങ്ങ് ഇളക്കി ചേർക്കരുത്. അത് ശ്രദ്ധിച്ച് വേണം നമ്മളൊന്ന് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുത്ത് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ ദാണ്ട ഞാനിത് തുറന്നിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. വഴുതനങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും നമ്മുടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിക്ക് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഇതേ രീതിയിൽ വഴുതനങ്ങ നമ്മൾ കറി വെക്കുകയാണെങ്കിൽ നല്ല തിക്ക് ഗ്രേവിയോട് കൂടി നല്ല രീതിയിൽ ഇതേപോലെ വെക്കാമെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ചപ്പാത്തിക്കും നമ്മുടെ വഴുതനങ്ങ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ഇളക്കി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം. എന്നിട്ട് നമുക്കൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇതാ കണ്ടില്ലേ, ഒന്നുകൂടി ഒന്ന് തിളച്ച് നല്ലതുപോലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഞാൻ ചുവട് കട്ടിയുള്ള ഒരു വലിയ കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചോറും അതുപോലെ തന്നെ നമ്മുടെ വഴുതനങ്ങയുടെ മിക്സൊക്കെ ഇതിലേക്കാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാണ്ട് നെയ്യൊക്കെ ഒന്ന് തടവി കൊടുത്തിട്ട് ഞാനിതിലേക്ക് ആദ്യം തന്നെ ചോറിൻ്റെ ലെയറാണ് ഇട്ട് കൊടുക്കുന്നത്. 2-3 സ്പൂൺ ചോറ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അമർത്തി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വഴുതനങ്ങയുടെ മിക്സ് ഇട്ട് കൊടുക്കുക. നമ്മളിതുപോലെ ഓരോ ലെയറായിട്ട് നമ്മൾ ചെയ്ത് വെച്ചിട്ട് നമുക്കൊന്ന് ആവി കയറ്റി എടുക്കേണ്ടതാണ്. അപ്പോഴാണ് ആ കറക്റ്റ് ആ ഒരു നല്ല ഒരു സ്മെല്ലോട് കൂടി നല്ല ടേസ്റ്റോട് കൂടി തന്നെ നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ അതാണ്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് പൈനാപ്പിൾ എസൻസ് ആണ്. 2-3 തുള്ളി പൈനാപ്പിൾ എസൻസിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളവും അതുപോലെ തന്നെ 2 പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇതുപോലെ തുള്ളിയായിട്ട് നമുക്കിതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും, നല്ലൊരു സ്മെല്ലായിട്ടൊക്കെ നമുക്ക് കിട്ടും. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചോറിൻ്റെ ലെയർ ഇട്ട് കൊടുക്കുക. ശേഷം നമുക്ക് വഴുതനങ്ങയുടെ മിക്സ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പൈനാപ്പിൾ എസൻസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ബാക്കിയുള്ള സവാള കൂടി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ആവി കയറ്റാനായിട്ട് വെക്കണം. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇത് നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കരുത്. ഇതുപോലൊരു പാൻ വെച്ച് കൊടുത്തിട്ട് ഞാനൊരു 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്. അതിൻ്റെ മുകളിലേക്കാണ് ഞാനിത് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഒരു 5 മിനിറ്റ് നാണ്ട് ആവി കയറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് തുറന്നപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമുക്കതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എന്താ ഒരു മണമെന്നറിയാമോ, നല്ല ടേസ്റ്റുമാണ്. ആ ഉപ്പൊക്കെ കറക്റ്റ് പാകത്തിന് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം
ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാകും. ആ വഴുതനങ്ങയിലേക്ക് മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ചെറിയ ചെറിയ വഴുതനങ്ങ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. ഒരു പപ്പടവും കൂടെ കൂട്ടി ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.